ഇനി ഒരു 10 കിലോമീറ്റർ ഉണ്ട് കേട്ടോ റാമോജിയിലേക്ക്. ഒരു 10 കിലോമീറ്റർ ഇത് കുറച്ചും കൂടി ഉള്ളിലേക്കുള്ള സ്ഥലമുണ്ട്. ഒരുപാട് ഏക്കറിലാണ് സാധനങ്ങൾ. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ മെട്രോ മറ്റു കാര്യങ്ങൾ കൂടെ ഉണ്ട്, പക്ഷേ എല്ലാ സ്ഥലത്തേക്കും ഇല്ല. പിന്നെ ഈ ഒരു നഗരത്തിൽ എനിക്ക് തോന്നുന്നു ഒട്ടും വൃത്തിയില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ട്രാഫിക് നിയമങ്ങളൊക്കെ വരുന്ന പുസ്തകത്തിൽ മാത്രമുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഹൈദരാബാദ് സെക്കന്ദരാബാദ് ഡ്രൈവർമാർ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കാം. പിന്നെ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വണ്ടി പിടിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീലിംഗ്. മെട്രോ ഉണ്ടോ? റോഡുകൾ നല്ലതാണ് തന്നെ വെച്ചലക്കാണ്ട് അവർ പോണത്. അപ്പോൾ പോകുന്നതന്നെ ഡെയിലി ഫോണും കൂടെ തോന്നുമ്പോൾ നമ്മൾക്ക് പേടിയാവും. ഇവർക്ക് ഇത് എക്സ്പീരിയൻസ് ആണെങ്കിലും നമ്മളെ കിളി പോകും. ഈ ഓട്ടോറിക്ഷ കിടക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും ഇത് ഓട്ടോ സ്റ്റാൻഡാണ്. പക്ഷേ ഓട്ടോ സ്റ്റാൻഡല്ല, ഗ്യാസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കിടക്കുന്നുണ്ടോ. ഞാൻ മാർച്ച് മാസം അവസാനത്തോടെയാണ് ഹൈദരാബാദ് സെക്കന്ദരാബാദ് പോയിട്ട്. ആ സമയത്ത് രാജ്യവ്യാപകമായിട്ട് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ ആരംഭിച്ചിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് വന്ന് ഇങ്ങനെ കിടക്കും. ചില സ്ഥലത്ത് നിന്ന് 1000 രൂപയ്ക്ക് മാത്രമാണ് പെട്രോളും ഡീസലും കൊടുക്കുന്നതെന്ന് വെച്ചാണ് ഇവിടുത്തെ ലോക്കൽ ഡ്രൈവേഴ്സിനോട് വെച്ചാൽ മനസ്സിലായിട്ടാ. ആ ദൂരെ കാണുന്നതാണ് റാമോജി ഫിലിം സിറ്റി കേട്ടാ. 2000 ഏക്കറിൽ വ്യാപിച്ചെടുക്കുന്ന ഒരു വിസ്മയം തന്നെയാണിത്. ഏക്കറിൽ പരന്ന് കിടക്കുന്ന സാധനം ഉണ്ടത്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കണം. 1900 രൂപ എന്ന് പറയണം. നമ്മുടെ 2 പിള്ളേരുടെ ഉണ്ട്. അപ്പോൾ കൂടുതൽ റാമോജി വിശേഷങ്ങളോട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ബൈ. വേറെ ഒന്നുമില്ല. വീഡിയോ